ഹായ് കൂട്ടുകാരെ, ഇവിടെ താമസത്തിന് വന്നപ്പോൾ തൊട്ടേ ഉള്ളൊരാഗ്രഹമാണ് ആ മല പോയി കാണണം എന്ന്. ഓട്ടോ വിളിച്ച് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഞങ്ങളുടെ വില്ലയുടെ ബാക്ക് സൈഡിൽ കൂടെയൊക്കെയാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് പിരിവിന് വന്നേ. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ മലയിലാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷേത്രം ലക്ഷ്യമാക്കി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം മനസ്സിലായി ആ പൊക്കത്തിലാണ് ക്ഷേത്രം എന്നും അപ്പം പൊക്കത്തിൽ നിന്ന് ഞങ്ങളുടെ വില്ലകൾ കാണാമെന്നും ഒക്കെയുള്ളൊരു ചിന്തയിലാണ് ഈ പോക്ക്. നല്ല രസമാണ് കേട്ടോ. തിരുവനന്തപുരത്ത് ഇത്രയും കാടൊക്കെയുള്ള സ്ഥലം ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടോ എന്നൊക്കെ അതിശയം തോന്നത്തക്ക രീതിയിലാണ്. അതുപോലെ ഇടതൂർന്ന് മരങ്ങളും ഒക്കെയുള്ള റോഡിൽ കൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. കണ്ണ് തള്ളി ഇങ്ങനെ പോകത്തില്ലേ, അതുപോലെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് വീടുകളൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ, താഴ്ചയിൽ. അപ്പോൾ തോന്നി ഞങ്ങളുടെ വീട് അവിടെ എവിടെയെങ്കിലും കാണുമോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി നോക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരേ ഒരു അടയാളം ഞങ്ങളുടെ റൂഫാണേ. അപ്പോൾ അത് ഒരു കോഫി ബ്രൗൺ കളറിൽ ഷീറ്റാണ് ഞങ്ങളുടെ റൂഫ്. അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അവിടെ കടൽ കാണുന്ന പോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നി. അങ്ങറ്റത്ത് ഒരു ലൈൻ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട്. കടലാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് ഒരു സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഒരു വീടോ ഒന്നും. പിന്നെയും ഞങ്ങൾ ഇതിൻ്റെ അറ്റം കാണണമല്ലോ. അങ്ങനെ വീണ്ടും യാത്ര തിരിക്കുമ്പോഴാണ് അവിടെ റൈറ്റ് സൈഡിലായിട്ട് ലോറി ബേക്കർ സെൻറ്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസ് എന്നും പറഞ്ഞൊരു ബിൽഡിംഗ് കണ്ടത്. അതും ഒറ്റപ്പെട്ട ബിൽഡിങ്ങാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ പാറക്കൂട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം. ഇതാണ് നൂലിയോട് പാറയിൽ ശ്രീ മാടൻ തമ്പുരാൻ ക്ഷേത്രം. അവിടുത്തെ നാട്ടുകാരെയൊക്കെ കണ്ടു. ഒത്തിരി വീടുകളുണ്ടോ? അന്നൊക്കെ എങ്ങനെ ഇത്രയും മുകളിൽ വന്ന് എല്ലാവരും നടന്നൊക്കെ തന്നെ കുളപ്പിശാല പോണതും പറഞ്ഞതും എല്ലാം നടന്നേല്ല. പിന്നെ എല്ലാവരും കുറച്ച് വസ്തുക്കൾ കൊടുത്ത് ആരും കൊടുക്കൂല. പക്ഷേ റോഡൊന്നും രാത്രി കുറെ ആളുകളെല്ലാം കൂടി രാത്രി ഇറങ്ങിയാണ് ഇത് വെട്ടി തെളിച്ച് വന്നു തുടങ്ങിയത്. അങ്ങനെ പിന്നെ എല്ലാവരും പോണ്ട് വലിയ റോഡ് അല്ല. ഇപ്പൊ എത്ര ലക്ഷത്തിന്റെ റോഡ് ഇപ്പം ഇതുണ്ട്. അതേപോലത്തെ കാറാണ് ഇപ്പൊ ഇങ്ങോട്ടുള്ളത്. വലുതാക്കുമ്പം അവിടെ നിന്ന് എടുക്കാൻ പറ്റും. 8 മീറ്റർ വേണം. ആ 8 മീറ്റർ ഉണ്ട്. ഇതൊക്കെ പണ്ടേ പ്ലോട്ട് തിരിച്ച് വാങ്ങിച്ച് മതിലൊക്കെ കെട്ടി തിരിച്ചൊക്കെ നല്ല വസ്തുക്കളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നല്ല രസം അവിടെയൊക്കെ കാണാനായിട്ട്. എത്തിനോട്ടം. അപ്പോഴത്തെ ബഹളത്തിൽ ഇത് കേട്ടില്ല, എഡിറ്റ് ചെയ്യുന്നവരും അവൾ പറയുന്നത് കേൾക്കുന്നു. എന്തായാലും അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീട് എവിടുന്നെങ്കിലും കാണുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഞങ്ങളുടെ വീട് ആ മലമേലിൽ നിന്ന് തിരിച്ചു നോക്കുമ്പോൾ കാണുന്നുവെന്ന്. പക്ഷേ ഞങ്ങളിങ്ങനെ പോയി അങ്ങ് അറ്റം വരെ പോകണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ പോവുകയാണേ. പോകുന്ന വഴിയിൽ വീണ്ടും ഞങ്ങൾ പോയി. പക്ഷേ അവിടെ ആ നീല ഷീറ്റിട്ട് ഞങ്ങളുടെ അടുത്തൊരു കമ്പനിയാണേ. അതുമൊക്കെ കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ ഈ വഴിയുടെ അറ്റം എത്തുന്ന പോലെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് റോഡിൻ്റെ വീതിയൊക്കെ കുറഞ്ഞ് ഇങ്ങനെ പച്ചപ്പുകളും കൂടി അങ്ങനെ ലാസ്റ്റ് ആ വഴിയുടെ അറ്റം വരെ എത്തി കേട്ടോ. പക്ഷേ അവിടെ എത്തിയെങ്കിലും യാത്ര മാത്രമേ അവിടെ നിന്നുള്ളൂ. സ്കൂട്ടറൊക്കെ പോകുന്ന വഴികൾ 2-3 വീടുകൾ അങ്ങനെയൊക്കെ കണ്ടു കേട്ടോ. ആ പോകുന്ന വഴി അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. എന്തായാലും ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നുകൊണ്ട് ഒരു കുടുംബമായിട്ട് കാറിൽ പോകുന്ന ആ ഒരു എഫക്റ്റിൽ തന്നെ ഞങ്ങൾ പോയി വന്നു. എന്തായാലും ഓട്ടോ അവിടെ വെച്ച് തിരിക്കാമെന്നുള്ളൊരു ഇതിൽ വന്നപ്പോൾ അങ്ങ് അറ്റത്ത് വാഴത്തോട്ടവും അതിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലവും. അപ്പോഴാണ് പറയുന്നത് പാറ വെട്ടിയ കുഴിയാണത്. അപ്പം അവിടെ ചുടക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം നെറ്റിലിട്ട് പൊട്ടിച്ച ഓർമ്മയാണ്. അങ്ങനെ ചുടക്കൊക്കെ കിട്ടി. കണ്ട വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ട്, പക്ഷേ നടന്നു പോകുന്ന വഴികളാണ് അവിടെ എല്ലാം. അങ്ങനെ ഞങ്ങളുടെ സ്ഥലമെല്ലാം കണ്ടു എന്നുള്ളൊരു സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ. വീടിൻ്റെ അവിടെ എത്തി. ഭയങ്കര സന്തോഷമായിരുന്നു ഇതെല്ലാം കണ്ട് മടങ്ങി വന്നപ്പം കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എൻ്റെ സാധിച്ചത്. അപ്പം ഞങ്ങളുടെ വില്ലയുടെ അടുത്ത് തന്നെയുള്ള ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അവിടെ. ഈ പട്ടിക്കുട്ടിയാണ് എൻ്റെ ഒരു ചെടിച്ചട്ടി പൊട്ടിച്ചത് കേട്ടോ. പാവം ഒരു പട്ടിക്കുട്ടി. എന്നായാലും വീണ്ടും ആ മലയിൽ പോകണമെന്നും എൻ്റെ വീട് അവിടെ നിന്ന് കാണണമെന്നൊരാഗ്രഹം. നിങ്ങളെയും ആ സമയം ഞാൻ തീർച്ചയായിട്ടും കാണിക്കാം കേട്ടോ. എന്തായാലും എൻ്റെ കൂടെ ഇത്രയും നേരം ഇരുന്ന എല്ലാവർക്കും താങ്ക് യു.